അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാരിഷ്ക, നമ്മൾ ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ജിന്നുവാദം തുടങ്ങിയ സമയത്ത് സംവാദങ്ങൾ നടന്നപ്പോൾ ഫൈസൽ മുസ്ലിയാർ എടുത്തിട്ടൊരു കാര്യമാണ് സൂറത്ത് അൻആമിലെ ആയത്ത്. അതിൽ നിന്ന് 128 അതിൽ നിന്ന് അവർ തെളിവ് പിടിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്തിംദാ നടത്തുന്നു, അല്ലെങ്കിൽ ഇസ്തിംദായിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ഇറക്കിയാലോ അബ്ദുള്ള അബ്ബാസ്, അതിന് ശേഷം ഒരുപാട് ചർച്ചകൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പല കോണുകളിൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഒരു ചിന്താധാര അല്ലെങ്കിൽ ഒരു തെളിവെടുപ്പ് എന്ന് വെച്ചാൽ ഈ ആയത്തിലെ ഇസ്തിംദാവ് പറഞ്ഞത് അതാണ് ആക്സസിന് തെളിവായിട്ട് ഉന്നയിക്കുന്നത്. മനുഷ്യനെ തമ്മിലുള്ള ആക്സസ് എന്താണ് ഇസ്തിംദാവ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് പുതിയ ഒരു ചിന്താഗതിയും വാദഗതി. എന്താണ് അതായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്? അതായത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഡോക്ടർ അബ്ദുള്ള അബ്ബാസിൽ പ്രാപഞ്ചിക വ്യവസ്ഥക്ക് പുറത്താണ് ജിന്നെന്ന് കാനം വിശ്വസിക്കുന്നു, അകത്താണെന്ന് വിസ്ഡം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് തെറ്റാണെന്നും കളവാണെന്നും അബദ്ധമാണെന്നും തിരുത്തേണ്ടതാണെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ പ്രകൃതി വ്യവസ്ഥക്ക് അപ്പുറത്താണ് ജിന്ന്. അപ്പോൾ മനുഷ്യന് അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല. എന്നാൽ ജിന്നുകളുടെ പ്രകൃതി വ്യവസ്ഥയിൽ മനുഷ്യ ജീവിതത്തിൽ ചില ഏരിയകളിൽ അവർക്ക് ആക്സസ് ഉണ്ട്. അതുകൊണ്ടാണ് ജിന്ന് അവിടെ നമുക്ക് ഷെർ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെ റിഫ്യൂട്ട് ചെയ്യാണ്, അതിനെ ഖണ്ഡിക്കുകയാണ്. ഇപ്പോൾ ചില ഇത് ഫൈസൽ മുസ്ലിയാർ തന്നെ ഇത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഫൈസൽ മുസ്ലിയാർ തന്നെ ഈ പരസ്പരം ഇസ്തിംതാ നടക്കണ്ടല്ലോ, അതാണ് കാര്യകാരണ ബന്ധം അവർക്കിടയിലുണ്ട് എന്നതിന് തെളിവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉള്ള കിട്ടാനും വാങ്ങാനും ചോദിക്കാനും കൊടുക്കാനൊക്കെ ഉള്ള സഹായിക്കാനൊക്കെ ഉള്ള ആക്സസ് പരസ്പരം ഉണ്ട് എന്നുള്ള തെളിവ് ഈ ഇസ്തിംതാ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഇസ്തിംതാ എന്ന് നോക്കാം. നമുക്ക് പിന്നെ സൂറത്ത് അൻആം 128 ഇസ്തിംതാനെ പറ്റിയിട്ടല്ല പറയുന്നത്. ഒക്കാല ഔലിയാഹും മിനൽ ഇൻസ്, ഇപ്പോൾ മനുഷ്യന്മാരിൽ നിന്നുള്ള അവരെ മിത്രങ്ങൾ പറയും, ജിന്നുകളുടെ ശീത്തന്മാരുടെ മിത്രങ്ങൾ പറയും റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദ്, പടച്ചവനെ ഞങ്ങൾ പരസ്പരം ഇസ്തിംതാ നടത്തി. ഇതാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ പരസ്പരം ഇസ്തിംതാ നടത്തി. അപ്പോൾ ജിന്നും മനുഷ്യനും പരസ്പരം ഇസ്തിംതാ നടത്തി. ഇസ്തിംതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമെടുക്കുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുക. ജിന്ന് മനുഷ്യനെയും ഉപയോഗപ്പെടുത്തി, മനുഷ്യൻ ജിന്നിനെയും ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ജിന്ന് മനുഷ്യനെ കൊണ്ട് സുഖെടുത്തു, മനുഷ്യൻ ജിന്നിനെ കൊണ്ടും സുഖെടുത്തു. ഇതിനിപ്പോൾ അവിടെ നടക്കുന്ന ഇസ്തിംതാ. ഇതിനെപ്പറ്റി അമാനി മൗലവി കൊടുത്തൊരു തഫ്സീറുണ്ട്. ആ തഫ്സീറിൽ ഒതുങ്ങി നിന്നാൽ തന്നെ ഇവർക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതിലും അമാനി മൗലവി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിന്ന് വർഗ്ഗക്കാരായ പിശാചുക്കൾ മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രവും ദുഷ്പ്രേരണയും നടത്തുമെന്നും ദുർമാർഗങ്ങളും ദുർനടപ്പുകൾക്കും അവർക്ക് അലങ്കാരമാക്കി കാണിച്ചു കൊണ്ടിരിക്കുമെന്നും മനുഷ്യരെ വഴിതെറ്റിക്കൽ പിശാചിൻ്റെ സ്ഥിരം ജോലിയാണെന്നും അള്ളാഹു ആവർത്തിച്ചറിയിക്കാറുള്ളതാണല്ലോ. മനുഷ്യരാകട്ടെ അവരുടെ ദുരുപദേശങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ശൈത്താൻ്റെ ദുരുപദേശത്തിനും ഇംഗിതങ്ങൾക്കും ശൈത്താൻ്റെ ഇഷ്ടത്തിനും വഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരിൽ അദൃശ്യ ശക്തികളും ദിവ്യത്വവും കൽപ്പിച്ചുകൊണ്ട് അവരെ അനുസരിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ അന്യോന്യം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞതിൻ്റെ സാരം. ഇസ്തിംതാ നടത്തി എന്ന് പറഞ്ഞതിൻ്റെ സാരം എന്താണ്? മനുഷ്യൻ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ജിന്നിനെ ആരാധിക്കുന്നു, പൂജിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് മനുഷ്യൻ ജിന്നിന് കൊടുത്ത് ഇസ്തിംതാ ആണ്. അങ്ങോട്ട് മനുഷ്യനിൽ നിന്ന് ജിന്നിന് കിട്ടിയ സുഖമാണ്. ഏത്? അവരെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നേർച്ചകളാക്കുന്നു, സഹായം തേടുന്നു 3 പ്രാവശ്യം. പിന്നെ എന്ത് ചെയ്യുന്നു? അഭയം തേടുന്നു. ഇതൊക്കെ എന്താണ്? ജിന്നിന് മനുഷ്യൻ കൊടുത്ത, ശൈത്താന് മനുഷ്യൻ കൊടുത്ത ഇസ്തിംതാ ആണ്. അവിടുന്ന് ശൈത്താന് ഇവിടുന്ന് കുറച്ച് ഇസ്തിംതാ കിട്ടുന്നുണ്ട്. എന്താണ്? ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ സുഖം അനുഭവിക്കുകയാണ്, കാണുമ്പോൾ രസം അനുഭവിക്കുകയാണ് ജിന്ന്. ഇനി മനുഷ്യന് ഇസ്തിംതാ എങ്ങനെ? മനുഷ്യന് ഇസ്തിംതാ കിട്ടുന്നത് മനുഷ്യൻ്റെ ഒരു പ്രകൃതി എന്താണ്? ശരിക്കും മനുഷ്യ പ്രകൃതി എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുമ്പോൾ ആസ്വദിക്കാൻ പറ്റാത്ത ഒരു പ്രകൃതിയാണ് നാച്ചുറൽ മനുഷ്യനക്കുള്ളത്. തിന്മ ചെയ്യുമ്പോൾ അതിനെ ആസ്വദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് മനുഷ്യനക്കുള്ളത്. ടെൻഷൻ ഉണ്ടാവും മനുഷ്യന്. ഇവിടെ തിന്മനെ ആസ്വദിക്കണം, തിന്മ അലങ്കാരാക്കണം. ഇതിന് മനുഷ്യർക്ക് ശൈത്താനിൽ നിന്ന് കിട്ടിയുള്ള ഇസ്തിംതാ, ഇവർ തമ്മിലുള്ള ഇസ്തിംതാ. മറ്റവർക്ക് ആരാധനയും പ്രാർത്ഥനയും അനുസരണവും ഒക്കെ കിട്ടുന്നു. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വ്യഭിചരിക്കാണ്. ശരിക്കും അവിടെ വ്യഭിചാരം എങ്ങനെ നടന്നത്? ഒരു ഇസ്തിംതായിലൂടെയാണ് നടന്നത്. മനുഷ്യനും ശൈത്താനും തമ്മിലുള്ള ഇസ്തിംതാ നടന്നു. അതിൻ്റെ റിസൾട്ടാണ് അവിടെ വ്യഭിചാരം. അപ്പോൾ ഈ വ്യഭിചരിക്കുമ്പോൾ ശൈത്താൻ എന്ത് ചെയ്യുന്നു? അവൻ മനുഷ്യൻ്റെ അടുത്ത് വരുന്നു. വ്യഭിചാരം എന്ന തിന്മ അവനക്ക് അലങ്കാരവും അട്രാക്ഷനൊക്കെ ആക്കി തോന്നിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവനെ കൊണ്ട് വ്യഭിചരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അവൻ വ്യഭിചരിക്കുന്നു. ഇത് ആർക്ക് കാണാം? ആർക്ക് അനുഭവിക്കാം? ശൈത്താൻ അനുഭവിക്കാം.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ശൈത്താൻ അത് അനുഭവിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്ന ഇബ്ലീസ യളഉ അർശഹു അലൽ മാ, ഇബ്ലീസ് അവൻ്റെ സിംഹാസനം വെള്ളത്തിൻ്റെ മേൽ വെച്ചു. സുമ്മ യബ്അതു സറായാഹു, എന്നിട്ട് അവൻ്റെ ശൈത്താന്മാരായ സൈന്യങ്ങളെ വിവിധ പ്രദേശങ്ങളിലേക്ക് മനുഷ്യരുടെ ഇടയിൽ അയച്ചു പാപം ചെയ്യിപ്പിക്കാൻ വേണ്ടി. പിന്നെ ഹദീസിൽ കാണാം പോയ ഓരോരുത്തരും അക്രമത്തിൽ എന്താണ് പാപത്തിൽ മുന്തിയ സാധനങ്ങളിൽ പോയിട്ടുള്ളത്. അങ്ങനെ അവർ തിരിച്ച് ശൈത്താൻ്റെ അടുത്ത് ഇബ്ലീസിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ആ ശൈത്താന്മാരോട് ഇബ്ലീസ് ചോദിക്കും, നീ എന്ത് ചെയ്തു? അപ്പോൾ എന്ത് ചെയ്യും? ഫയഖൂലു ഫഅൽതു കദാ വകദാ, ഓരോരുത്തർ പറഞ്ഞാൽ ഇന്ന ചെയ്തു എന്നിങ്ങനെ പറയും. അപ്പോൾ ശൈത്താൻ അതിലൊന്നും തൃപ്തിയില്ല, ആ ചെയ്യിപ്പിച്ച പാപത്തിൽ കള്ളുടിപ്പിച്ച് എന്നൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ വലിയ തന്നെ ശൈത്താൻ അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് തൃപ്തി കിട്ടാത്ത പാപങ്ങൾ ചെയ്യിപ്പിച്ചു. അപ്പോൾ അവിടെ പാപം എങ്ങനെ ചെയ്യിപ്പിച്ചത്? അവരെ അടുത്തെത്തി അവരെ ഉപദേശിച്ചു, അല്ലെങ്കിൽ അവർക്ക് അലങ്കാരാക്കി, അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചു, അവർക്ക് പ്രേരിപ്പിച്ചു, ഇങ്ങനെ ദുഷ്പ്രേരണ ചെലുത്തി അവരെ കൊണ്ട് വേണ്ടാത്ത വ്യഭിചാരം ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇത് ആര് നേർക്ക് കാണുന്നുണ്ട്? ശൈത്താൻ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, ശൈത്താൻ ആനന്ദിക്കുന്നുണ്ട്, നമുക്ക് സുഖം കിട്ടുന്നുണ്ട്. വയജീഉ അഹദഹും, അപ്പോൾ അവരിൽ ഒരുത്തം വന്നിട്ട് പറയും, ഫയഖൂലു മാ, അവൻ പറയാണ്, മാ തറക്തുഹു ഹത്താ ഫറക്തു ബൈനഹു വ ബൈന അഹ്ലിഹി, ഞാൻ ഒരുത്തനെയും അവൻ്റെ ഭാര്യയെയും തമ്മിൽ വേർപ്പെടുത്തുന്നത് വരെ അവനെ വിട്ടു പോന്നിട്ടില്ല എന്ന്, തമ്മിൽ തല്ലിക്കുന്നവരെ, ഭാര്യ ഭർത്താക്കന്മാരെ ഭിന്നിക്കുന്നത് വരെ ഞാൻ പോന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്നു, ഭാര്യ ഭർത്താവിനെയും പരസ്പരം അവന് എന്ത് ചെയ്തു? ദുരുപദേശം കൊടുത്തു, അവരെ വ്യാമോഹിപ്പിച്ചു, അവർക്ക് തിന്മ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു. ഇങ്ങനെ ഇതിൽ പ്രേരണ ചെലുത്തി അവർ തമ്മിൽ തെറ്റി, അവർ വളരെ അക്രമത്തിലായി, അങ്ങോട്ട് തല്ലും തകരാറുമായി, കുടുംബം തകർന്നു. അത് കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്, അതുവരെ ഞാൻ അവിടെ നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശൈത്താൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, നിഅമ അൻത, നീയാണ് നല്ലത് എന്നാര് പറയും? ശൈത്താൻ പറയും. അപ്പോൾ ഇസ്തിംതാഅാണ് ഇവിടെ നടന്നത്. ഈ ഹദീസിൽ കാണുന്നത് ഇസ്തിംതാഅാണ് നടക്കുന്നത്. ശൈത്താൻ ദുഷ്പ്രേരണ ചെലുത്തിയിട്ട് ഇസ്തിംതാഅ ചെയ്യിക്കുന്നത് ശൈത്താൻ നേരെ അനുഭവിക്കുന്നുണ്ട്. ശരി, ഇനി തിരിച്ച് മനുഷ്യൻ്റെ കാര്യം നോക്കാം. ശൈത്താൻ്റെ തിന്മ അലങ്കാരാക്കിച്ചതും ശൈത്താൻ വഴിപഴപ്പിച്ചതും ദുരുപദേശം കൊടുത്തതൊക്കെ നമ്മുടെ മനസ്സിലെ തോന്നലായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അല്ലാതെ പുറത്തുനിന്നൊരു ശബ്ദം, തിന്മ ചെയ്യൂ ഇതാ ശരി, ഇങ്ങനെ കേട്ടിട്ടല്ല നമ്മൾ തിന്മ ചെയ്യുന്നത്. നമ്മൾ സംബന്ധിച്ച് നമുക്ക് തിന്മ ചെയ്യാൻ തോന്നാണ്. ഈ തോന്നലാണ് ആരുണ്ടാക്കുന്നത്? ശൈത്താൻ. ആ തോന്നൽ നമ്മൾ വർക്കൗട്ട് ആവുന്നത് അവൻ നോക്കി നിൽക്കുന്നു, കാണുന്നു. അതാണ് ഇപ്പോൾ ഹദീസിൽ പറയുന്നത്, അവനെ അവൻ്റെ ഭാര്യനെ തെറ്റിച്ച് പിരിക്കുന്നത് വരെ ഞാൻ പോന്നിട്ടില്ല, അവനെ വിട്ടു പോന്നിട്ടില്ല, അവിടെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു എന്ന് പറഞ്ഞാൽ ഇത് അടിച്ച് പിരിയുന്ന വരെ ആ തിന്മ, വലിയ തിന്മാണ് ഭാര്യ ഭർത്താക്കന്മാർ തെറ്റാന്നുള്ളത്. മദ്യപാനത്തിൻ്റെ വിചാരത്തിൻ്റെ ഒക്കെ വലിയ തിന്മാണ്. അപ്പോൾ അതാണ് ഇബ്ലീസ് അവിടെ ചെയ്യിപ്പിച്ചത്. എന്നിട്ട് ഇബ്ലീസ് അത് അനുഭവിച്ചു പോയി. പക്ഷേ ഈ ഭാര്യയോ ഭർത്താവോ, അല്ലെങ്കിൽ ഇബ്ലീസിൻ്റെ ഈ തിന്മ അലങ്കാരമാക്കിയതിൽ ആകൃഷ്ടനായിട്ട് ചെയ്ത ഒരുത്തന് ഇബ്ലീസ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ശൈത്താൻ്റെ സൈന്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് എന്തെങ്കിലും അനുഭവം അവൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇസ്തിംതാഅ നടന്നപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ശൈത്താന് അനുഭവം ഉണ്ടായി, ഇപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന് അനുഭവം ഉണ്ടായിട്ടില്ല. സത്യല്ലേ? മിസ്റ്റക്കാർ തെറ്റൊക്കെ ചെയ്യാറുണ്ടല്ലോ, പാപമൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും മാസൂമികളൊന്നും ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കേന്നന്മാർ മാത്രമേ അല്ലല്ലോ തെറ്റ് ചെയ്യുന്നവർ, മിസ്റ്റക്കാരും ചെയ്യുന്നവരുണ്ടല്ലോ. എടാ മണ്ടൻ മിസ്റ്റക്കാരാ, നീ ഒന്ന് ആലോചിക്കുക. നീ പാപം ചെയ്യുമ്പോൾ നിന്നെ വരുത്ത് വന്ന് പ്രേരിപ്പിക്കുന്ന ശൈത്താൻ നിന്നെ പ്രേരിപ്പിക്കുന്ന നിനക്ക് അനുഭവം തോന്നുന്നുണ്ടോ? സ്വന്തം തലച്ചോറിനോട് ചോദിക്കടാ അങ്ങനെ ഇതിന് മറുപടി നാടൻ ഭാഷയിൽ. പക്ഷെ അങ്ങനെ മറുപടി പറയാൻ പാടില്ല, അൺപാർലമെൻ്ററി സ്റ്റൈലിൽ നിന്നായതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് പറയേണ്ടത്. ഈ മനുഷ്യന്മാരൊക്കെ തെറ്റെയ്യുന്നവരല്ലേ, വിസ്റ്റക്കാരനൊക്കെ തെറ്റെയ്യുന്നവരല്ലേ. എന്നിട്ട് വിസ്റ്റക്കാരന് എന്തെങ്കിലും അവൻ്റെ അടുത്ത് വന്ന് അവനോട് ഇസ്തിംതാഅ നടത്തുന്ന ശൈത്താനെ, അവനുമായി ഇസ്തിംതാഅ നടത്തുന്ന ശൈത്താനെ അവന് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവൻ്റെ ചലനം അറിയുന്നുണ്ടോ? അവൻ്റെ സ്പർശനം അറിയുന്നുണ്ടോ? അവൻ്റെ വസ്വാസ് അവനറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമുക്ക് ആകെ തെറ്റെന്ത് ചെയ്യുന്നുള്ളൂ? തെറ്റ് ചെയ്യാൻ പ്രേരണ തോന്നുന്നു, ഇത്രയും നമുക്കറിയുള്ളൂ. തെറ്റ് ചെയ്യാൻ ഇഷ്ടം തോന്നുന്നു, ഇത്രയും നമുക്കറിയുള്ളൂ. പക്ഷെ അത് ആ പ്രോസസ്സിങ് നടത്തുന്ന ശൈത്താൻ തൊട്ടിരുത്തിട്ടാണ് നടത്തുന്നത്. നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് ഇത് നമ്മൾ ഇതിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മളെ വിട്ടിട്ട് ഇബ്ലീസിൻ്റെ അടുത്ത് കണക്ക് കൊടുക്കാൻ പോവുള്ളൂ. പക്ഷെ ആ സമയം അത്രയും ഒരു എക്സ്റ്റേണൽ ഏജൻസി, പുറത്തു നിന്ന് ഒരാൾ ഇങ്ങോട്ട് ഇടപെട്ട് എന്നെ ഇതിലേക്ക് വശീകരിച്ച് കൊണ്ടുപോകുന്നു. ഇത് വിസ്തക്കാരനും അനുഭവമില്ല, കേന്നന്മാരനുമില്ല, സുന്നിക്കുമില്ല, മനുഷ്യർക്കുമില്ല. ഇനി ജിന്നിനെ വിശ്വസിക്കാത്തൊരുത്തിനോട് ഈ കഥ പറഞ്ഞു നോക്കൂ, നീ തെറ്റൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ശൈത്താൻ നീയും തമ്മിൽ ഇസ്തിംതാഅ നടക്കുന്നുണ്ട്. എനിക്കറിയില്ലല്ലോ അങ്ങനെ നടക്കണേ, എന്നെ ആരും പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് പറയാം. ഇപ്പോൾ കോടതികളിലൊക്കെ കാണാം, നമ്മളെ ഹൈക്കോടതി വരെ ഭാര്യയും ഭർത്താവും തമ്മിൽ
പിന്നെ ഉള്ള കേസുകൾ ചിലത് പരിഗണിക്കുമ്പോൾ ഭാര്യ അവിഹിത ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഹൈക്കോടതി വിധിക്കുകയാണ്. എന്താണെന്നറിയോ, പിന്നെ അതിനുള്ള അവകാശം, റൈറ്റ്സ് അവൾക്കുണ്ട്. അവളുടെ ബോഡിയാണ്, അവളുടെ ശരീരമാണ്, അവൾ എന്ത് ചെയ്യുന്ന അവൾക്കുണ്ട്. ഭർത്താവിന് അതിൽ ആക്രമിക്കാനോ എതിർക്കാനോ ഒന്നും പറ്റില്ല. കൂടി വന്നാൽ ഡിവോഴ്സിന് അവകാശപ്പെടാമെന്നല്ലാതെ വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. അവളുടെ അവകാശം അവൾ വിനിയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അപ്പീൽ കൊടുക്കുക, പ്രിയപ്പെട്ട ജഡ്ജി, അവിടെ ഒരു ഇസ്തിംതാഴ് നടക്കുന്നുണ്ട് ശൈത്താനും മനുഷ്യനും തമ്മിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക? അത് അങ്ങനൊരു അനുഭവം അവർക്കില്ല, ആരും അംഗീകരിക്കാൻ പോണില്ല. നമ്മൾ തന്നെ ഖുർആനും സുന്നത്തും ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെന്നും ഇസ്തിംതാഴ് നടത്തുന്നുണ്ടെന്നും എന്നിട്ട് നിങ്ങളെ വഴി പഴപ്പിക്കാണ്, നിങ്ങൾക്ക് വസ്വാസം ഉണ്ടാക്കുന്നു, വേണ്ടാത്ത വൃത്തികളിലേക്ക് നിങ്ങൾ അലങ്കാരക്കും നിങ്ങൾ തോന്നിപ്പിക്കാൻ ഒരു തെണ്ടെന്ന് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ അംഗീകരിക്കുന്നത്. നമുക്കൊരു അനുഭവം ഉണ്ടോ? ലോകത്തെ ഏത് പാപിയാണ് പറയുന്നത് വെറുതെ ഇരുന്ന് ഞാനാണ്, ഏതോ ഒരു ശക്തി വന്നിട്ട് തന്നെ ഇങ്ങനെ വരൂ, ചെയ്യൂ, അത് ചെയ്യൂ, ആ തിന്മ ചെയ്യൂ, മദ്യപിക്കൂ, വ്യഭിചരിക്കൂ, ഇങ്ങനെ പ്രേരണ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പല പ്രാവശ്യം അതിനോട് പറഞ്ഞു വേണ്ട, എൻ്റെ അടുത്തേക്ക് വരണ്ട, പക്ഷേ അതിങ്ങനെ വന്നു, അങ്ങനെ ഞങ്ങൾ ചെയ്തു. ഇങ്ങനെ ആരെങ്കിലും പാപം ചെയ്യണ്ടേ? ഇനി ഒരു വിസ്തക്കാരൻ ചെയ്യണ്ടോന്ന് അറിയില്ല. ഇത് മൂത്ത് ചെയ്താൻ അങ്ങനെ നേരെ കയ്യിലെടുക്കുന്നുണ്ടാവും, അല്ലാതെ ഇത് നടക്കൂല. അപ്പോൾ ഈ ഇസ്തിംതാഇന്റെ ഹദീസ് തന്നെ തെളിവാണ്. എന്ത് ആയത്ത് തന്നെ തെളിവാണ്. റബ്ബനസ്തംതഅ ബഅ്ദുനാ ബിബഅദ്, പടച്ചോനെ ഞങ്ങൾ പരസ്പരം ഇസ്തിംതാഅ് നടത്തി. എവിടെ വെച്ചിട്ടാണ് പറയുന്നത്? പരലോകത്ത്. വയൗമ യഹ്ശുറുഹും ജമീഅ, രണ്ടു കൂട്ടരെയും ഞാൻ കൂട്ടിച്ച് സമ്മേളിപ്പിക്കുന്ന സമയത്ത്. മഹ്ശറയിലാണ് ഇത് പറയുന്നത്. മഹ്ശറയിൽ കൂട്ടുമ്പോൾ അപ്പോൾ അതുവരെ മനുഷ്യന് ഇത് അനുഭവവേദ്യമായിട്ടില്ല. പക്ഷെ അവൻ അവിടെ വെച്ച് തിരിച്ചറിയുന്നു ഒരു ഇസ്തിംതാഅ് നടന്നു എന്നുള്ളത്. നമുക്കെന്താണ് ഞാൻ ചോദിക്കുന്നത്? ഏതെങ്കിലും ഒരു പാപിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ശൈത്വാൻ ആക്സസ് ലഭിച്ചിരിക്കുന്നു, അതിൻ്റെ ചില ചലനങ്ങൾ, അതിൻ്റെ ചില വൈബ്രേഷനുകൾ, അതിൻ്റെ ചില സൂചനകൾ എനിക്ക് മനസ്സിലായി തുടങ്ങി. ഇങ്ങനൊരു അനുഭവം ഉണ്ടോ? ഇല്ല, അങ്ങനൊരു അനുഭവം ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇസ്തിംതാഅ് ഉണ്ടായിട്ടും ആക്സസ് ഇല്ല. അതിനാണ് ഈ ആയത്ത് തെളിവ്. നിങ്ങൾക്ക് ആക്സസ് ഇല്ലാത്ത വിധത്തിൽ അവൻ നിങ്ങളോട് ഇസ്തിംതാഅ് നടത്തുന്നതാണ് ഈ ആയത്ത് തെളിവാക്കേണ്ടത്. അല്ലാതെ ഇസ്തിംതാഅ് നടന്നുകൊണ്ട് എന്തില്ല, ആക്സസ് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഒരു കാര്യകാരണ ബന്ധമുണ്ട്, എനിക്ക് അങ്ങോട്ട് ജിന്നിൻ്റെ ലോകത്തേക്ക് പോകാനും ജിന്നിന് ഇങ്ങോട്ട് വരാനും ഒരു കാര്യകാരണ ബന്ധമുണ്ട് എന്ന് മനസ്സിലായി എന്നാണ് ഈ മണ്ടന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില പിന്നെ എന്താ പറയുക നീർക്കോലി ചാനലുകളുണ്ട്. അവർ ആദ്യം തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇത് പ്രചരിപ്പിക്കുന്ന ചില ചാനലുകൾ. ഞാൻ പറയുന്നില്ല, ചില വിഷങ്ങളുണ്ട്. ആ വിഷങ്ങൾ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തറിയോ? സ്വാലിഹ് നബിൻ്റെ കഥ പറഞ്ഞു ഉണ്ടല്ലോ ഖുർആൻ. പിന്നെ സ്വാലിഹ് നബി മറ്റേ ഒട്ടകത്തിനെ അറക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് തെമ്മാടികൾ വന്നല്ലോ. ഇതിൻ ബാസ് അഷ്കാഹ എന്ന് പറഞ്ഞില്ല, അതിൽ ഒരുമ്പെട്ടന്മാർ കുറച്ചെണ്ണുണ്ട്, അവരിറങ്ങി പുറപ്പെട്ടു ആ ഒട്ടകത്ത് ഇറക്കാന്ന് പറഞ്ഞില്ല. അതുപോലെ ഇതിൻ ബാസ് അഷ്കാഹ, ഒരുമ്പെട്ടിറങ്ങിയിട്ടുള്ള ആൾക്കാരാണ് വിസ്തക്കാരെ ശിർക്ക് തന്നെ മരിപ്പിക്കാൻ. വിസ്തക്കാരൻ ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ജിന്നുകളോടുള്ള സഹായത്തിന് ശിർക്കനാണ്, അത് ഗൈബാണ്, അത് എനിക്കൊരു സഹായം ചെയ്തു തരാൻ അതിന് പറ്റില്ല എന്ന് വിശ്വസിച്ച് ഇത് ശിർക്കാണ് എന്നവർ പറയാതെ ഇല്ല ഞങ്ങൾക്ക് സഹായം കിട്ടും, ആക്സസ് ഉണ്ട്. ഇപ്പോൾ ബാസിലിനെ കൊണ്ടൊക്കെ പറയിപ്പിച്ചല്ലോ. ബാസിൽ പച്ചായിട്ട് ചാനലിൽ നിന്ന് പറഞ്ഞല്ലോ മനുഷ്യൻ ചോദിച്ചാൽ സഹായിക്കാൻ പറ്റും എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ മനുഷ്യൻ ചോദിച്ചാൽ എന്നുള്ളത് ഇൻക്ലൂഡാണ് അതിൽ. അല്ലെങ്കിൽ ബാസിൽ പറയട്ടെ മനുഷ്യൻ ചോദിച്ചാൽ സഹായിക്കാൻ പറ്റൂല, മനുഷ്യൻ ചോദിക്കാതെ സഹായിക്കാൻ പറ്റും. അത് ബാസിൽ വ്യക്തമാക്കുന്നതാണ്. അപ്പം ഇതുപോലത്തെ സാധുക്കളെ അതിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ ഈ വിഷങ്ങൾ എന്ത് ചെയ്തിന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷങ്ങൾ. അപ്പോൾ അവർ ഈ സ്വാലിഹ് നബിൻ്റെ ഒട്ടകത്തിന് ഇറക്കാൻ പോകുന്ന ഒരുമ്പെട്ട ആൾക്കാരായിട്ട് നമുക്ക് കാണണ്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ആക്സസ് ഇല്ലായ്മ തന്നെയാണ്. ഇബിൻ്റെ അടുത്തേക്ക് നമുക്ക് ആക്സസ് ഉണ്ടാവില്ല. ഒരു സൃഷ്ടി നമുക്ക് ഇബാണ് എന്ന് പറഞ്ഞാൽ ആക്സസ് ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഈ ആയത്ത് അങ്ങനെ ഒരു ആക്സസേ ഇല്ല, അതാണ് പഠിപ്പിക്കുന്നത് എന്നാണ് ഇസ്തിംതാഅ് നടന്നിട്ടും ആക്സസ് ഇല്ല. അവർക്കിടയിൽ ഇസ്തിംതാഅ് നടക്കുന്നുണ്ട്, പക്ഷെ ആക്സസ് ഇല്ല എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അങ്ങനെ ബുദ്ധിയുള്ളവനും തത്വമുള്ളവനും മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നോക്ക്, ഒരു പാപിക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഇവിടെ എന്തോ ഇസ്തിംതാഅ് നടക്കുന്നുണ്ട്, ആ ഇസ്തിംതാഅിൽ പെട്ടിട്ടാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയോ, നമ്മുടെ ഇഷ്ടങ്ങൾ പൂവണിയുന്നു നമ്മൾ വിചാരിക്കുന്നത്. ഈ ഇഷ്ടം ഉണ്ടാക്കി ചെയ്താൻ്റെ പ്രോസസ്സിങ് എന്തെങ്കിലും അനുഭവിക്കേണ്ട ആരെങ്കിലും ഇല്ലല്ലോ, ആരനുഭവിക്കില്ല. അതെങ്കിലും അതിന് തലമണ്ട പോലെ, കഴുതയുടെ തലമണ്ടക്ക് പോലും ഇത് കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇത് മനസ്സിലാക്കാൻ. അത്രക്ക് അധപതിച്ചിരിക്കുകയാണ് ഇത്. എന്തിനാ അധപതിക്കുന്നത്? ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താ? ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ലെന്ന് കിട്ടണം. അതാണ് ഇപ്പോൾ തർക്കം. ജിന്നിനോട് സഹായം തേടിയ ശിർക്കല്ലെന്ന് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഗായിബാണ്. ജിന്ന് മനുഷ്യനെ സംബന്ധിച്ച് ഗായിബാണ്, മലക്ക് മനുഷ്യനെ സംബന്ധിച്ച് ഗായിബാണ്, റൂഹ് മനുഷ്യനെ സംബന്ധിച്ച് ഗായിബാണ്. അപ്പോൾ റൂഹിൽ നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടൂല, അങ്ങോട്ട് റൂഹിൻ്റെ ലോകത്തേക്ക് പോകാനും പറ്റൂല. ജിന്നിൽ നിന്ന് ഇങ്ങോട്ടിട്ട് ചോദിച്ചാലൊന്നും കിട്ടൂല, അങ്ങോട്ടിട്ട് നമുക്ക് പോകാനും പറ്റില്ല. മലക്കിനോട് ചോദിച്ചാൽ ഇങ്ങോട്ടിട്ടൊന്നും കിട്ടൂല, അങ്ങോട്ടിട്ട് പോകാൻ പറ്റും. കാരണം ആക്സസ് ഇല്ലല്ലോ. ഫിസിക്കലി നമ്മളെ സഹായിക്കണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരണമെങ്കിൽ
വെള്ളം എടുത്ത് തരാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അത് പരസ്പരം ആക്സസ് ഉള്ള ആൾക്കാർക്ക് പറ്റൂ. ഇപ്പോൾ താങ്കളോട് എനിക്ക് ഗ്ലാസ് വെള്ളം എടുത്ത് തരും എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് എടുത്ത് തരാൻ പറ്റും. പക്ഷേ ഇവിടെയുള്ള മലക്കുകൾ, ഈ സദസ്സിലുള്ള മലക്കുകളോട് വെള്ളം എടുത്ത് തരും എന്ന് പറഞ്ഞാൽ അവർക്ക് എനിക്കിടയിൽ അങ്ങോട്ട് കൊടുക്കൽ വാങ്ങലിന് ആക്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ നടക്കൂല, കുതിരത്തില്ല. അവർക്ക് വേറെ വെള്ളം വറ്റിക്കാനും വെള്ളം ഉണ്ടാക്കാനും ഒക്കെ കഴിവുണ്ടായാലും ശരി, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനുള്ള ആക്സസ് ഇല്ല. കാരണം എന്താ, അതിനുള്ള സബബാക്കിയിട്ട് അള്ളാഹു അവരെ മാറ്റിയിട്ടില്ല. അതാണ് അതിലത്തെ മെയിൻ പ്രശ്നം. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് ഇവർ പഠിക്കേണ്ടത് എന്താണ്, ഇസ്തിംതാ നടന്നാലും മനുഷ്യർക്ക് അങ്ങോട്ടൊക്കെ ആക്സസ് ഇല്ല. ഇസ്തിംതാ മനുഷ്യനെ അനുഭവിക്കാൻ പോലും പറ്റൂല. പക്ഷെ ജിന്നിനെ അനുഭവിക്കാൻ പറ്റും, ജിന്നിനെ ആസ്വദിക്കാൻ പറ്റും. അതാണ് ഹദീസിലുള്ളത്. ജിന്ന് അനുഭവിച്ച് ആസ്വദിച്ചിട്ട് ഇബ്ലീസിനോട് വന്നിട്ട് പറയുന്നത്, ഞാൻ അങ്ങനെയൊക്കെ പാപമൊക്കെ ചെയ്യിപ്പിച്ചു, അത് റിസൾട്ട് എത്തും വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു എന്ന് പറഞ്ഞു. അവനക്കറിയാൻ പറ്റും, പക്ഷെ നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെ എല്ലാ പാപവും ഇസ്തിംതായിലൂടെ സംഭവിക്കുന്നതാണ്. പക്ഷെ ഒരു ഇസ്തിംതാവും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അനുഭവിക്കാൻ പറ്റും, അല്ലെ അറിയാൻ പറ്റുന്നതാണെങ്കിൽ മനുഷ്യരെ ചെന്നിട്ടാണ് അവർക്ക് അത് അറിയാൻ പറ്റുക. അവിടെ വെച്ചിട്ടാണ് ഇസ്തിംതാവ്. പിന്നെ നമുക്കറിയാം എന്തുകൊണ്ട് അള്ള പറഞ്ഞൊന്നുണ്ട് ഇങ്ങനെ ഇസ്തിംതാ നടക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കറിയാം, മുഅ്മിനീങ്ങൾക്കറിയാം. പക്ഷെ ആ ഇസ്തിംതാ നടക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് തിന്മകളിൽ നിന്ന് മാറിയിരിക്കാൻ നോക്കേണ്ടതിന് പകരം ഇസ്തിംതാ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കൂടെ എന്തെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് ഇസ്തിആനത്തുമ്പിൽ ജിന്ന് ശിർക്കല്ലാണ്ടാക്കി കിട്ടുമെന്നാണ് നോക്കുന്നത്. ശരിക്ക് അതാണ് ഏറ്റവും വൃത്തികെട്ട ഇസ്തിംതാ. ശൈത്താനുമായിട്ട് ഇസ്തിംതാ നടത്താണ്. ഇസ്തിംതാന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ട് ശൈത്താനോടുള്ള സഹായത്തേട്ടം ശിർക്കല്ലാതാക്കാൻ കിട്ടുമോ എന്ന ചാൻസ് തപ്പി നടക്കുന്നതും ഒരു ഇസ്തിംതാ എന്ന് മനസ്സിലാക്കിയാൽ മതി.